ഇന്ന് യുദ്ധമില്ല, യുദ്ധം അവസാനിപ്പിക്കാനാണ് തയ്യാറെടുക്കുന്നത് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ പ്രകാരം ഇന്നാണ് യുദ്ധം ആരംഭിക്കേണ്ടത്. എല്ലാവിധ തയ്യാറെടുപ്പും അതുമായിട്ട് ബന്ധപ്പെട്ട് തങ്ങൾ തയ്യാറെടുത്തിട്ടുണ്ട് എന്നുള്ളതും അതിൻ്റെ സംവിധാന കാര്യങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട് എന്നുമാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രസ്താവനയിൽ പറഞ്ഞത്. ചൈനയിൽ നിന്ന് മടങ്ങിയതിനോടനുബന്ധിച്ച് ഒരു യുദ്ധ സംവിധാനം കൂടി തയ്യാറെടുത്ത് വരികയാണ് എന്നുള്ളതും വല്ലാതെ വൈകാതെ അത്തരമൊരു ആക്രമണം ഉണ്ടാവും എന്ന് പറഞ്ഞതിനോടനുബന്ധിച്ച് ഇന്നലെ തീയതി പറഞ്ഞുകൊണ്ടാണ് പിന്നീട് ട്രംപ് സംസാരിച്ചത് ഇങ്ങനെയാണ് എന്നുള്ളത്. ഇന്നത്തെ പ്രഭാതത്തോടു കൂടി ആ രീതി കാര്യങ്ങൾക്കൊക്കെ വലിയ മാറ്റം വന്നു. അദ്ദേഹം പറയുന്നു യുദ്ധമില്ല, പകരം യുദ്ധവിരാമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് തങ്ങൾ ഇപ്പോൾ ആലോചിക്കുന്നത്, ചർച്ച ചെയ്യുന്നത്. മധ്യസ്ഥർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് താനുമായിട്ട് ഈ സംസാരിച്ചിട്ടുണ്ട്. അതിൽ സൗദി അറേബ്യയും ഖത്തറും ഇടപെട്ടിട്ടുണ്ട്, ഒമാൻ അതോടനുബന്ധിച്ച് പിന്നീട് ഇടപെട്ടിട്ടുണ്ട്. അങ്ങനെ പല തരത്തിലും പല രീതിയിലും UAE ഇടപെട്ട കാര്യവും പറഞ്ഞു. ഇത്തരം രാജ്യങ്ങളും അവരുടെ ഭരണാധികാരികളും തന്നോട് നിരന്തരം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ യുദ്ധവിരാമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് താനിപ്പോൾ ആലോചിക്കുന്നത്. 14 ഇന പുതുക്കിയ നിർദ്ദേശങ്ങൾ ഇറാൻ അമേരിക്കയുടെ കൈവശത്തിൽ എത്തിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ വഴി. ആ നിർദ്ദേശം അപ്പാടെ തന്നെ സ്വീകരിക്കാൻ പറ്റില്ലെങ്കിലും പരമാവധി സ്വീകരിച്ചുകൊണ്ട് പ്രശ്നപരിഹാരത്തിനെക്കുറിച്ച് ആലോചിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് നോക്കാം എന്തൊക്കെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നതെന്ന് കാര്യം. ഉപരോധം പിൻവലിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ രീതിയിൽ ഇറാൻ അമേരിക്കയോട് പറഞ്ഞത്. രാജ്യത്ത് അമേരിക്ക സ്ഥാപിച്ചെടുത്ത ഒരു വലിയ രീതിയിലുള്ള യുദ്ധത്തിൻ്റെ മറ്റൊരു വേർഷനാണ് ഉപരോധം എന്ന് പറയുന്നത്. തങ്ങളുടെ പെട്രോളിയം മറ്റ് ലോക രാജ്യങ്ങൾക്ക് വിൽപ്പന നടത്തുന്ന സമയത്ത് ആ രാജ്യത്തിന് ഉപരോധം ഏർപ്പെടുത്തുക. തങ്ങളുടെ പെട്രോളിയം വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നൽകുന്ന സഹായ കാര്യങ്ങളൊക്കെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് ഒരു ഉപരോധ സംവിധാനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ യുദ്ധ സമാനമായിരിക്കും.